നമുക്ക് വയനാട്ടിലേക്ക് പോയാൽ അവിടെ അതീവ ജാഗ്രതയാണ്. വൈത്തിരിയിലും ലക്കിടിയിലും അതിതീവ്ര മഴയാണ് പെയ്തത്. തരിയോട് കമ്പനിക്കുന്ന് പൊയിൽ തയ്യിൽ ഉന്നതികളിൽ വെള്ളം കയറിയതോടെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. തലപ്പുഴ, കമ്പിപ്പാലം, കാപ്പിക്കളം ഭാഗത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് പന്നിയോറയിൽ റോഡിൽ വെള്ളം കയറിയിരിക്കുകയാണ്. പ്രദേശത്തെ ആദിവാസി കോളനിയിൽ കുടുങ്ങിയവരെ ബോട്ട് എത്തിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ദീപക് മോഹനാണ് ചേരുന്നത്. ദീപക്, എന്താണ് ഇപ്പോൾ വയനാട്ടിലെ ഒരു സാഹചര്യം? അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യത. പലയിടങ്ങളിലും ഇതാ വെള്ളം കയറിയതിന്റെ ദൃശ്യങ്ങൾ കൂടി വരികയാണ്. നിലവിലെ ആശങ്കപ്പെടേണ്ടുന്ന നിലയുണ്ടോ? രക്ഷാപ്രവർത്തനമൊക്കെ ഏത് രീതിയിലാണ്? വിനീത, ജില്ലാ ഭരണകൂടം ജാഗ്രതയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. പക്ഷേ മഴ ഇത്തരത്തിൽ ഇനിയും കനക്കുകയാണെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ ദുഷ്കരമാകും എന്നാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചാണ് കൂടുതൽ മുൻകരുതലുകൾ ഉൾപ്പെടെ ഈ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും വൈത്തിരി, തൊണ്ടർനാട്, തവിഞ്ഞാൽ, തലപ്പുഴ, ഒഴുതന തുടങ്ങിയ മേഖലകളിലാണ് ഏറ്റവും കനത്ത മഴ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പെയ്യുന്നത്. അതിൽ വൈത്തിരിയിലാണ് 200 ഇന്നലെ രാത്രി വൈകുന്നേരം വരെയുള്ള സമയം കൊണ്ട് പെയ്തിറങ്ങിയത്. ഏറ്റവും കുറഞ്ഞ മഴയുള്ളത് സുൽത്താൻ ബത്തേരിയിലാണ്. ജില്ലയിൽ ഇപ്പോൾ 4 ക്യാമ്പുകൾ, കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്, ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. അതോടൊപ്പം തരിയോട് മേഖലയിലുണ്ടായിരുന്ന തയ്യിൽ, അതോടൊപ്പം പൊയിൽ എന്നീ 2 ഉന്നതികളിലുള്ള ആളുകളെ 24 ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഞങ്ങൾ നിൽക്കുന്നത് ഈ എതിർഭാഗത്ത് കുടുങ്ങിക്കിടന്ന ആളുകളെ ഉൾപ്പെടെയുള്ള ആളുകളെ അടക്കം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ പൊയ്യിൽ കോളനിയുടെ അടുത്തുള്ള മേഖലയിലുള്ള ആളുകളുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം, എതിർഭാഗത്ത് കൈപ്പട്ടിക്കുന്ന് ആദിവാസി ഉന്നതിയിൽ കുടുങ്ങിക്കിടന്നിരുന്ന 2 കുടുംബങ്ങളിലുള്ള ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് നടത്തുകയായിരുന്നു. അതോടൊപ്പം അവിടെയുള്ള 3 റിസോർട്ടുകളിൽ ജോലിക്കായി എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുണ്ട്. അതിൽ 2 തൊഴിലാളികളെ അല്പം മുൻപ് ഫയർഫോഴ്സ് ബോട്ടിൽ പുറത്തേക്ക് എത്തിച്ചിരുന്നു. ഇത് പൊഴുതന വെങ്ങപ്പള്ളി പഞ്ചായത്തിന്റെ അതിർത്തിയിലുള്ള മേഖലയാണ്. ഈ മേഖലയിലാണ് ഈ പ്രദേശത്ത് റോഡിൽ വെള്ളം കയറിയത്. ഈ റോഡ് മുൻപ്, അതായത് ഇന്ന് രാവിലെയൊക്കെ ഈ മേഖലകളിലൂടെയൊക്കെ ആളുകൾ പോയിരുന്നു. പക്ഷേ മഴ കനത്തതോടുകൂടിയാണ് വലിയ വെള്ളക്കെട്ട് റോഡിൽ രൂപപ്പെടുകയും ഈ റോഡിന് മുകളിൽ വെള്ളം വരികയും എതിർഭാഗത്തുള്ള ആദിവാസി അടക്കം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം. ആ പ്രദേശം ഒറ്റപ്പെട്ടു പോയോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? വിനീത്, അതായത് ഇത് പുഴയ്ക്കിലേക്ക് പോകുന്ന റോഡാണ്. പയ്യോറ വഴി പുഴയ്ക്കിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡിലാണ് വെള്ളം കയറിയത്. അതോടുകൂടിയാണ് എതിർഭാഗത്ത് ഒറ്റപ്പെട്ടത്. പക്ഷേ വലിയ കുന്നിൻ മുകളിലൂടെയൊക്കെ അവരുടെ ഭാഗത്തേക്ക്, ആ സ്ഥലത്തേക്ക് എത്താൻ കഴിയും. എന്നാൽ മഴ കൂടുതൽ കനത്തു കഴിഞ്ഞാൽ കൂടുതൽ സ്ഥിതിഗതികൾ ദുഷ്കരമാകും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എതിർഭാഗത്ത് കുടുങ്ങിക്കിടന്നിരുന്ന ആളുകളെ അടക്കം ഫയർഫോഴ്സ് പുറത്തേക്ക് എത്തിക്കുകയാണ്. 4 തവണയായി ഫയർഫോഴ്സ് 2 ബോട്ടുകളിൽ പലതവണയായി എതിർഭാഗത്തേക്ക് പോയി അവരുടെ സാധനങ്ങളും വസ്തുക്കളും ഒക്കെ ആദ്യം അവർ കരക്കെത്തിച്ചു. ഇപ്പോൾ വീണ്ടും ഈ ഉന്നതിയിലുള്ള കൈപ്പട്ടിക്കടവ്, കറിവേപ്പിൻ ഉന്നതിയിലുള്ള ആളുകളെ അടക്കമാണ് പുറത്തേക്ക് ഫയർഫോഴ്സ് എത്തിക്കുന്നത്. അവർക്കായി ക്യാമ്പുകളടക്കം സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. പൊഴുതന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാസർ ഖാദിരി അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് ജനപ്രതിനിധികളും സിവിൽ ഡിഫൻസ് ആളുകളടക്കമുള്ള അവരും ഈ മേഖലയിലുണ്ട്. നേരത്തെ തന്നെ ഫയർഫോഴ്സ് കൽപ്പറ്റയിൽ നിന്നെത്തി ഇവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ പുറത്തേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീടാണ് ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലേക്ക് എത്തി അവരെ പുറത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ നമ്മളോടൊപ്പം പൊഴുതന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ചേരുന്നുണ്ട്. ഇപ്പോൾ അവിടെ എത്ര കുടുംബങ്ങളാണ് അവിടെ? 6 കുടുംബമുള്ളത്, 6 വീടാണുള്ളത്. 6 വീടുകളിലെ 3 കുടുംബങ്ങളല്ലേ? 6 വീടുകളിലായിട്ട് 5-6 കുടുംബം ഉണ്ട്. പക്ഷെ അതിലിപ്പോൾ 5-8 ആളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയൊരു 8-10 ആൾ കൂടി കൊണ്ടുവരാണ്. ബാക്കി എന്താണ് ഇപ്പോൾ ഇതിലെ സ്ഥിതി? എന്താ, ഇവരെ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് ക്യാമ്പുകളായിട്ടില്ല, വേറെ പുറത്ത് കൊണ്ടുവന്നാൽ ഞങ്ങൾ ക്യാമ്പും കാര്യങ്ങളൊക്കെ സജ്ജാക്കിയിട്ടുണ്ട്. അവർ വരേണ്ട താമസമുള്ളത് ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ റിസോർട്ടിലേക്കുള്ള തൊഴിലാളികളൊക്കെ 4 തൊഴിലാളികളുള്ളൂ. ആ റിസോർട്ട് മാനേജ്മെന്റ് വിളിച്ചിട്ട് ഞങ്ങൾ 3 ദിവസം മുമ്പ് ഇൻഫോം ചെയ്താണ് ആളുകൾ ഉണ്ടാകാൻ പാടില്ല, ഇങ്ങനെ വെള്ളം കയറുന്ന പ്രദേശത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അയാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരെ സുരക്ഷ അവർ ഏറ്റെടുത്തിട്ടുണ്ട്, അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പൊഴുതന പഞ്ചായത്ത് എന്ന് പറയുന്നത് അവിടെ പ്രശ്നബാധിത മേഖലകളുണ്ടല്ലോ ഇത്തരത്തിൽ, അതായത് മഴ കൂടുതൽ പെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മണ്ണൊലിപ്പ് നടന്ന സ്ഥലം പൊഴുതന പഞ്ചായത്താണ്. വലിയപാറ മേൽമുറി ഭാഗത്തൊക്കെ ഇപ്പോൾ എന്താ സ്ഥിതി? അവിടെ വലിയ തോതിൽ കുത്തൊഴുക്കൊക്കെ ഉണ്ട്. ആളുകളൊക്കെ അവരുടെ കുടുംബങ്ങളുടെ വീടുകളിൽ മാറിയിട്ടുണ്ട്. അവിടെയും ക്യാമ്പ് സജ്ജാക്കിയിട്ടുണ്ട്. മദ്രസ ഹാളിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
ക്യാമ്പിലേക്ക് മാറ്റും. ക്യാമ്പിൽ ഇപ്പോൾ ജീപ്പ് വരും. ജീപ്പ് വന്നതിന് ഉടനെ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. ക്യാമ്പ് എവിടെയാണ്? ക്യാമ്പ് ഇവിടെ ഇടിയമ്പല്ല് കമ്മ്യൂണിറ്റി ഹാളിൽ. വിനീത, ഇടിയംവയലിൽ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സലാം ഖാദ്രി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എതിർഭാഗത്തുള്ള ഫയർഫോഴ്സിന്റെ ബോട്ടിൽ ഫയർഫോഴ്സ് ജീവനക്കാരും അതോടൊപ്പം ഉന്നതീയ ആളുകളൊക്കെ ഉണ്ട്. അവർ അവരുടെ ചാക്കുകളിലേക്കായി വലിയ സാധനങ്ങളൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് വാഹനത്തിൽ ബോട്ടിലാക്കി അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മഴ കൂടുതലായി കഴിഞ്ഞാൽ ഈ വഴിയിലൂടെയൊക്കെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ മുട്ടപ്പം വെള്ളമുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് കാൽപാദം മൂടുന്ന രീതിയിലുള്ള വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് മഴ പെയ്തപ്പോഴാണ് ഇവിടെ റോഡിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ആ ബോട്ടിലിപ്പോൾ സ്ത്രീകളും പുരുഷന്മാരടക്കമുള്ള ആളുകളൊക്കെ അവരെയും കൊണ്ട് ഫയർഫോഴ്സ് ജീവനക്കാർ എതിർഭാഗത്തേക്ക് വരികയാണ്. 2 ബോട്ടുകളുണ്ട്. ആദ്യം അവരുടെ വസ്തുക്കളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ആളുകളെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ 3 കുടുംബങ്ങളിലുള്ള ആളുകൾ അവിടെയുണ്ട്. അത് ആദിവാസി ഉന്നതിയാണ്. ഉന്നതിയിൽ നിന്നുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ്. ഫയർഫോഴ്സ് ജീവനക്കാർ അവരെ സുരക്ഷിതമായി തന്നെ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവരെ ഇനിയിപ്പോൾ വാഹനമെത്തും. അതിനുശേഷം ഇവിടുന്ന് ഇടിയംവയലിലുള്ള ക്യാമ്പിലേക്ക് മാറ്റും എന്നാണ് പറഞ്ഞത്. ഇനി അവിടെയുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള റിസോർട്ടിൽ പണിക്കായി വന്ന ആളുകളാണ്. അവർ ആസാം, ഉത്തർപ്രദേശൊക്കെ സ്വദേശികളായ 8 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ രാവിലെ സാധനങ്ങളൊക്കെ വാങ്ങാനായി മാർക്കറ്റിലേക്ക് പോയതാണ്. മറ്റ് 2 പേരെ അല്പം മുൻപ് പുറത്തേക്ക് എത്തിച്ചു. ഇനി 6 പേർ കൂടിയാണ് അവിടെ ഇനി ബാക്കിയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകളുള്ളത്. അവരെയും കൂടി പുറത്തേക്ക് കൊണ്ടുവരും. സാർ, എന്താ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? എല്ലാവരും പുറത്തേക്ക് വരാൻ തയ്യാറാണ്? അവിടെ എല്ലാവരും റെഡിയാണ്. എല്ലാവരും ഇതര സംസ്ഥാന തൊഴിലാളികളും അവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ 2 റിപ്പോർട്ടും ആയിട്ട് പോയിട്ട് ആദിവാസി ഉന്നതി ആളുകളൊക്കെ കൊണ്ടുവന്നു. എല്ലാവരും കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. ഒരു 2 പേർക്ക് അവിടെ വരാനുണ്ട്. അവരിങ്ങോട്ട് വരാനുണ്ട്. അവരെയും കൂട്ടിയിട്ട് വരാനുണ്ട്. അതെ അല്ല 4 ഇതര സംസ്ഥാന തൊഴിലാളികൾ. അതെ. വിനീത, അവർ പറയുന്നതനുസരിച്ച് ഇനി 4 ഇതര സംസ്ഥാന തൊഴിലാളികളും ഉന്നതിയിലുള്ള 2 ആളുകളും കൂടിയുണ്ട്. അവരെ കൂടി പോകാനായി വീണ്ടും ബോട്ട് മറുകരയിലേക്ക് അതാണ്. അങ്ങനെ മറുഭാഗത്തുള്ളവരെ ഓരോരുത്തരായി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണങ്ങോട് വെള്ളം കയറിയിട്ടുണ്ട്. പന്നിയോറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മറുഭാഗത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ കുടുങ്ങിയവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. ദീപക് മോഹൻ വയനാട്ടിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. വടക്കൻ കേരളത്തിൽ അതീവ ജാഗ്രത വേണമെന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. പ്രത്യേകിച്ച് വയനാട്ടിൽ മഴ കടുക്കുന്നതോടെ അതിൽ ജാഗ്രത പാലിക്കണം. മലയോര മേഖലയിലേക്ക് ഉൾപ്പെടെ യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശങ്ങൾ കൂടി വരികയാണ്. വിനോദസഞ്ചാര മേഖലയിൽ നിയന്ത്രണങ്ങളുണ്ട്. ഏതായാലും പേടിക്കേണ്ട സാഹചര്യമില്ല എങ്കിൽ പോലും ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടെ വേണം പോകാൻ. നല്ല മഴയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ട കരുതലുകൾ സ്വീകരിക്കുകയും വേണം എന്നതാണ് സർക്കാർ അറിയിക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലോ റവന്യൂ ഓഫീസുകളിലോ ഒക്കെ അറിയിക്കുക. റിപ്പോർട്ടിലേക്കും പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളും മഴ വിവരങ്ങളും അറിയിക്കുകയും ചെയ്യാം. പ്രത്യേക നമ്പർ നൽകിയിട്ടുണ്ട്. അതിലേക്ക് വിവരങ്ങൾ നൽകുക.